പണ്ടൊക്കെ AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നായിരുന്നു. അങ്ങനെയാണ് ജനം വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ CPM ഇത് പറഞ്ഞ് CPM ഇപ്പൊ ഏതെങ്കിലും കേസിൽ AI എന്ന് പറഞ്ഞാൽ ഉടനെ ജനം അയ്യേ എന്ന് വെക്കുന്ന അവസ്ഥയാണ്. അതായത് പിണറായി വിജയന്റെ ഒരു ഹിസ്റ്ററി നമുക്കറിയാം. ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളല്ല പിണറായി വിജയൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ഹഠാകർഷിച്ച കാര്യം എന്താണ്? പോറ്റി ഉണ്ട് എന്നുള്ളതാണോ? പോറ്റിക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തപ്പെടാൻ സാധിച്ചത്? അത് ഇസഡ് കാറ്റഗറി സുരക്ഷയല്ല കേട്ടോ. മുഖ്യമന്ത്രിക്ക് ചുറ്റും അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബാരിക്കേഡ് ഉണ്ട്. കടക്ക് പുറത്ത് നിന്ന് നിങ്ങളോട് പറഞ്ഞ് മാറി നിൽക്കാൻ അങ്ങോട്ട് പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞ് അദ്ദേഹം തന്നെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു ബാരിക്കേഡ് ഉണ്ട്. ആ ബാരിക്കേഡ് കടക്കാൻ എങ്ങനെയാണ് പോറ്റിക്ക് സാധിച്ചത് എന്ന് ചോദ്യം ചെയ്യപ്പെടത്തില്ലേ? എന്നത് ചർച്ച ചെയ്യപ്പെടില്ലേ? അപ്പൊ എന്തിനാണ് ഇവർക്ക് ഇത്രമാത്രം ഒരു ജിജ്ഞാസ, ഇത്രമാത്രം ഒരു ബുദ്ധിമുട്ട് എന്നത് കേരളത്തിലെ പൊതുമനസാക്ഷി ചോദിച്ചാൽ അവർക്ക് എന്തുത്തരമാണ് അതിൽ പറയാനുള്ളത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അയ്യേ, എന്ത് പ്രതിരോധമാണ് ഇവർ ഉയർത്തുന്നത്? എന്ത് തരം ക്യാപ്സ്യൂളാണ് ഇവർ വിതരണം ചെയ്യുന്നത്? എന്ത് തരം ന്യായീകരണമാണ് ഇവർ പറഞ്ഞു മെഴുകുന്നത് എന്നാണ് ജനം അയ്യേ എന്ന് പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയെ കണ്ടിട്ടേ ഇല്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിന്റെ പുറത്താണ്? എന്നിട്ട് പാർട്ടി സെക്രട്ടറി പറഞ്ഞ് 2ാമത്തെ മണിക്കൂറിൽ അതേ പാർട്ടി സെക്രട്ടറിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവർ തമ്മിൽ നിൽക്കുന്ന വീഡിയോ പുറത്തു വന്നു. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം?